ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖന്നല്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് പലരും യൂട്യൂബിൽ തുടങ്ങിയിട്ട് അവർക്ക് ഷോർട്സിൽ കോപ്പി റൈറ്റും അതുപോലെ തന്നെ സ്ട്രൈക്സും വീഡിയോയിൽ ബ്ലോക്ക്ഡും ഒന്നൊക്കെ വരാറുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഒരു ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട്, അതായത് നമ്മുടെ യൂട്യൂബിൽ എങ്ങനെയാണ് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടുനോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ നോക്കാം നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാ നമ്മൾ നേരെ പോകുന്നുള്ളത് നമ്മളെ യൂട്യൂബിലേക്കാണ്. എന്നിട്ട് അവിടെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണ്. അവിടെ 4 ഓപ്ഷൻസ് ഉണ്ടാവും: വീഡിയോ, ഷോർട്സ്, ലൈവ്, പോസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഷോർട്സാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഷോർട്സ് നമ്മൾ എടുക്കുവാണ്. അപ്പോൾ ഞാൻ നേരത്തെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ തന്നെയാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നുള്ളത്. അതുമാത്രമല്ല നമ്മൾ 60 സെക്കൻഡ്സിന് ഡൗൺ ആയിട്ടാണ് വേണ്ടത്. 60 സെക്കൻഡിന് മുകളിൽ വന്നാൽ അതിൽ കോപ്പി റൈറ്റ് വീഴും. നെക്സ്റ്റ് നമ്മൾ അവിടെയുള്ള ഡൺ ഒത്തും. അപ്പോൾ അതവിടെ പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് സൗണ്ട്, നമുക്ക് വേണ്ട പാട്ടുകൾ, അതായത് യൂട്യൂബേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സോങ് നമ്മൾ ഇടുവാണെങ്കിൽ അതിലോട്ട് കോപ്പി റൈറ്റ് വീഴത്തില്ല. നമ്മളായിട്ട് ഇടുന്ന പാട്ടാണെങ്കിൽ അതിലേക്ക് കോപ്പി റൈറ്റും വീഴും. നമ്മൾ സേവ് ചെയ്ത പാട്ട്, അങ്ങനെ ഏതെങ്കിലും പാട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, യൂട്യൂബേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സോങ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു സോങ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ കാണുന്ന ബ്ലൂ ആരോ ബട്ടണും ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ കാണുന്ന ഒരു ടിക്ക് എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ടിതാ നമ്മുടെ ഈ ഒരു സോങ്ങും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ എ എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ലെറ്റേഴ്സിൽ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ആ കളേഴ്സിൻ്റെ അടുത്തായിട്ട് ഒരു എ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതിൽ നമുക്ക് നമ്മുടെ ഫോണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സൈഡ് വേണമെങ്കിൽ അവിടെ 4 to 5 ലൈൻസോളം വരുന്ന അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചെയ്യാം. പക്ഷെ അതൊന്നും എനിക്കിപ്പോൾ വേണ്ട. ഇപ്പോൾ അതുപോലെ തന്നെ ഫിൽറ്റർ ആഡ് ചെയ്യുവാണെങ്കിൽ ഇത് നമ്മൾ മുഴുവൻ വീഡിയോയിലോട്ടും വരുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ, പക്ഷേ ഞാനിപ്പോൾ ഒരു ഫിൽറ്ററും ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ്, പോള് അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ സ്റ്റിക്കേഴ്സിൽ നമുക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ കാണുന്ന നെക്സ്റ്റ് എന്ന ഇതിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ അവിടെ അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ഷോർട്സിൽ നമ്മൾ തംബ്നെയിൽ കൊടുക്കുന്നത് നമ്മുടെ വീഡിയോയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. നമുക്ക് ഏതാണോ വേണ്ടത് ആ ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ നമ്മൾ നേരെ മറിച്ച് വീഡിയോയിൽ തംബ്നെയിൽ ചെയ്യുമ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ യൂട്യൂബ് ഷോർട്സിൽ അങ്ങനെയല്ല. അതുപോലെ തന്നെ നമ്മുടെ തംബ്നെയിൽ നമുക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ തംബ്നെയിൽ നമുക്ക് ഫിൽറ്റർ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഫിൽറ്റർ ഇവിടെയുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. എന്നിട്ട് അവിടെ ക്യാരക്ടർ എന്ന ഓപ്ഷൻ കൂടി നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ ടൈറ്റിലിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരാണ്. ടൈറ്റിലിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് നോക്കാനുള്ള രീതിയിലുള്ള ടൈറ്റിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. നമ്മുടെ ടൈറ്റിൽ കണ്ടിട്ടാവും മിക്ക ആൾക്കാരും നമ്മുടെ വീഡിയോ വെച്ച് നോക്കുക. അപ്പോൾ ടൈറ്റിൽ ഒരു നല്ലൊരു കണ്ടൻ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ടൈറ്റിൽ നല്ല വേണം. അതുപോലെ തന്നെ ഞാനിവിടെ ഇപ്പോൾ നെക്സസ് പിസ്സ മോൾ മാംഗ്ലൂർ എന്നൊക്കെയാണ് ഞാൻ കൊടുക്കുന്നുള്ളത്. അപ്പോൾ എന്നിട്ട് നമ്മൾ 2, 3, 4 ഹാഷ്ടാഗ്സ് കൊടുക്കാം. ഹാഷ്ടാഗ്സ് കൊടുക്കുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനും അതുപോലെ തന്നെ വ്യൂവേഴ്സ് കൂടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷ്ടാഗ്സ് കൊടുക്കുന്നുള്ളത്. നമ്മളുടെ വീഡിയോക്ക് ബന്ധപ്പെട്ടിട്ടുള്ള ഹാഷ്ടാഗ്സുകൾ മാത്രം കൊടുക്കുക.
പിന്നെ നമ്മൾ ഇങ്ങനെ ട്രെൻഡിങ് വീഡിയോ, വൈറൽ വീഡിയോ, അതുപോലെ തന്നെ YT ഷോർട്സ് ഒക്കെ യൂട്യൂബ് വീഡിയോ എന്നൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ട്രാവലിംഗ്, നെക്സ്റ്റ് സ്മോൾ ഷോപ്പിംഗ്, എന്നിട്ട് അവസാനം നമ്മുടെ ചാനലിൻ്റെ പേരെന്താണോ അതും കൂടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങളുടേത് മിന്നു സിദ്ധി എന്നായതുകൊണ്ട് ഞാനത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടേത് എന്താണോ അത് നിങ്ങൾ കൊടുക്കുക. അതുമാത്രമല്ല, നമ്മൾ ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും നമ്മൾ ചെയ്യുമ്പോൾ 100 കീവേഡ്സാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. 100 കീവേഡ്സിന് മുകളിലായാൽ അത് കോപ്പിറൈറ്റ് ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് വിസിബിലിറ്റിയിൽ ഞാനിവിടെ അൺലിസ്റ്റഡ് ആണ് സെലക്ട് ചെയ്യുന്നത്. ലൊക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് സെലക്ട് ഓഡിയൻസിൽ ഞാൻ നമുക്ക് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് ആണെങ്കിൽ കിഡ്സ് നിർത്താം. ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആണെങ്കിൽ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് നിർത്താം. ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് ആകുമ്പോൾ നമ്മുടെ ഏജ് റെസ്ട്രിക്ഷൻസ് വരും, അഡ്വാൻസ്ഡ് ആയിട്ട്. അപ്പോൾ അത് 18 വയസ്സിന് താഴെയുള്ളവർക്ക് നോക്കുകയാണെങ്കിലോ മുകളിലുള്ളവർക്ക് നമുക്ക് നോക്കണമെങ്കിൽ നമ്മുടെ അവിടെ വേണ്ടതുപോലെ നമുക്കവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കുട്ടികൾക്ക് കാണാൻ പറ്റുന്നതാണെങ്കിൽ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് നോക്കാം. പക്ഷേ ഞാൻ ഇവിടെ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന്. എന്നിട്ട് അവിടെ റിലേറ്റഡ് വീഡിയോസ് കാണും. അപ്പോൾ പലരുടെയും നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്, മുകളിൽ അവർ കൊടുത്തിട്ടുണ്ടാകും. അത് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് നമുക്കവിടെ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഷോർട്സ് റിമിക്സിങ്ങിൽ നമ്മുടെ ഓഡിയോയും വീഡിയോയും അലൗ ചെയ്യണം, അല്ലെങ്കിൽ ഓൺലി ഓഡിയോ മാത്രം ചെയ്താൽ മതിയെന്നാണ്. അപ്പോൾ ഞാനിവിടെ അലൗ വീഡിയോ ആൻഡ് ഓഡിയോ റിമിക്സിങ് ആണ്. എന്നിട്ട് ആഡ് പെയ്ഡ് പ്രൊമോഷൻ ലേബൽ, അത് നമ്മൾ ഇതിൽ നമ്മുടെ പ്രൊമോഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഇതിലില്ല. പിന്നെ ആൾട്ടേർഡ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ എടുത്ത് മറ്റൊരാൾക്ക് അതുമായിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നോ എന്നാണ്. എന്നിട്ട് നമ്മുടെ കമൻറ്റ്സ് സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. എന്നിട്ട് അവിടെ കമൻറ്റ് മോഡറേഷനിൽ നമ്മൾ ബേസിക് ആണ് കേട്ടോ ക്ലിക്ക് ചെയ്യേണ്ടത്. കാരണം ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കമൻറ്റ്സ് ഒന്നും ഉണ്ടാവാണ്ടിരിക്കാനും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള ഈ ഒരു സെറ്റിങ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെയുള്ള അപ്ലോഡ് ഷോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്ലോഡ് ഷോർട്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ അപ്ലോഡിങ് ടു യുവർ വീഡിയോസ് എന്ന് കാണും. അപ്പോൾ വീഡിയോ എന്ന് പോവും. അപ്പോൾ നമ്മൾ വീഡിയോസിലോട്ട് നമ്മൾ പോവാണ്. നമ്മുടെ ഷോർട്സ് എടുക്കുവാണ്. അപ്പോൾ ഇവിടെ അൺലിസ്റ്റഡ് ആണ് ഇപ്പോൾ കാണിക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് നേരെ മനസ്സിലാക്കി തരാം. അപ്പോൾ നമ്മുടെ ഇവിടെ വീഡിയോസ് അപ്ലോഡായി വന്നിട്ടുണ്ട്. എന്നിട്ടിതാ നമ്മൾ YT സ്റ്റുഡിയോയിലോട്ട് പോവാണ്. എന്നിട്ട് നമ്മുടെ അവിടെ താഴെ കാണുന്ന അവിടെ കണ്ടൻറ്റിൽ നമ്മൾ YTയിൽ നെക്സസ് ഫിസാമോളിൻ്റെ ആ ഒരു വീഡിയോ എടുത്തതിന് ശേഷം അവിടെ മുകളിൽ 3 ഓപ്ഷൻസ് കാണും. അതിൽ നമ്മൾ പെൻസിലിൻ്റെ ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ അവിടെ ആഡ് ഡിസ്ക്രിപ്ഷൻസ് അതുപോലെ ഒരുപാട് എണ്ണം വരും. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ കൊടുക്കാം. ഒന്നില്ലെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് കുറച്ച് #ടാഗ്സ് എങ്കിലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഡിസ്ക്രിപ്ഷൻസും നമ്മുടെ യൂട്യൂബിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലേക്ക് കറക്റ്റായിട്ടുള്ള ഒരു കണ്ടൻറ്റ് വേണം. നമ്മളതില്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് ഒന്ന് നമ്മൾ തയ്യാറാക്കണം. അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് അതിനുള്ള ആ ഒരു യൂട്യൂബിൻ്റെ ആ ഒരു കറക്റ്റായിട്ട് അത് എങ്ങനെയാണോ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ സ്മോൾ ട്രിപ്പ് ടു കസിൻസ് അങ്ങനെയൊക്കെയാണ് ഞാനിവിടെ കുറച്ച് കൊടുക്കുന്നുള്ളത്. പിന്നെ കുറച്ച് #ടാഗ്സും ഞാൻ കൊടുക്കുന്നുണ്ട്. #ടാഗ്സ് മെയിനാണ് കേട്ടോ, നമുക്ക് വ്യൂസിനും ഒക്കെ നല്ലതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അൺലിസ്റ്റഡിൻ്റെ കാര്യം ഞാൻ നേരത്തെ പിന്നീട് പറയാമെന്ന് പറഞ്ഞിരുന്നു. അൺലിസ്റ്റഡിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അൺലിസ്റ്റഡിൻ്റെത് എന്ന് പറയുന്നത് നമ്മൾ വീഡിയോസ് നമ്മൾ അൺലിസ്റ്റഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളത് പബ്ലിക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ അൺലിസ്റ്റഡ് ചെയ്യുന്നത്. എന്നിട്ടിതാ നമ്മൾ ലാസ്റ്റ് ഉള്ളതിൽ ആഡ് ടാഗ്സ് എന്ന് വരും. ഈ ആഡ് ടാഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ വ്യൂവേഴ്സ് സാധാരണയായിട്ട് ടൈപ്പ് ചെയ്യുന്നത് എന്തുവാണോ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ട്രിപ്പ് ടു മാംഗ്ലൂരിൽ നിന്നാണ്.
അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യൂവേഴ്സ് നമ്മുടെ ഇങ്ങനെ ട്രിപ്പ് ടു മാംഗ്ലൂർ നടിച്ചാൽ നമ്മുടെ വീഡിയോസ് വരാൻ സാധ്യതയുണ്ടാണ്. അതാണ് കേട്ടോ ആഡ് കീസ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ നമ്മൾ ഷോ ഹൗ മെനി വ്യൂസ്, അതായത് നമ്മളെ വ്യൂവേഴ്സിന് നമ്മുടെ ലൈക്ക് കാണണോ വേണ്ടേ എന്നാണ്. അപ്പോൾ അത് ഞാനിവിടെ കാണണമെന്നാണ്. പിന്നെ അതിന് തയ്യാലോ എംബെഡിങ് അത് ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ മുകളിൽ കാണാം ഒരു സേവ് ചെയ്യുക. അപ്പോൾ സേവിങ് ചേഞ്ചസിൽ എഡിറ്റ് സേവ്ഡ് നിന്ന് വരും. അപ്പോൾ അവിടെ നമ്മുടെ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ പോയിട്ട് നോക്കുവാണെങ്കിൽ ഫുള്ള് ചേഞ്ച് ആയിരിക്കും. അപ്പോൾ നല്ല നമ്മുടെ ഡിസ്ക്രിപ്ഷൻസും എല്ലാം അപ്പോൾ നമ്മുടെ വീഡിയോസ് അവിടെ എഡിറ്റ് ചേഞ്ചസിൽ നമ്മുടെ വീഡിയോസ് വന്നിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കോപ്പിറൈറ്റ് വീഴാണ്ട്, അതുപോലെ തന്നെ സ്ട്രൈക്സ് വീഴാണ്ടും പരമാവധി നമ്മൾ കോപ്പിറൈറ്റ്സ് വീഴാണ്ട് ശ്രദ്ധിക്കുക. കോപ്പിറൈറ്റ് വീണാൽ നമ്മുടെ അക്കൗണ്ട് അത് ബ്ലോക്കായി പോകും. പിന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇനിയും നിങ്ങൾക്ക് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വീഡിയോക്ക് തംബ്നെയിൽ കൊടുക്കുക. എങ്ങനെയാണ് നമ്മൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോവുമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് എങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വിത്ത് തംബ്നെയിൽ, നമ്മൾ തംബ്നെയിലുമായിട്ട് എങ്ങനെയാണ് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും എന്നും കൂടി ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തന്നെ ലൈക്ക് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് അവിടെയുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.